ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കനത്ത സുരക്ഷയിൽ നീറ്റ് പുനഃപരീക്ഷ. ജില്ലയിൽ പരീക്ഷ നടന്നത് 30ഓളം കേന്ദ്രങ്ങളിൽ. തൃശൂരിൽ അനാശാസ്യ കേന്ദ്രത്തിൽ പണത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ മർദ്ദനമേറ്റ യുവാവ് കൊല്ലപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേർ അറസ്റ്റിൽ. അതിരപ്പള്ളി വെട്ടിക്കുഴി പണ്ടാരംപാറയിൽ പുലിയിറങ്ങി കോഴികളെ കൊന്നു. ചക്കാലക്കൽ റോയിയുടെ വീട്ടിലെ 50ഓളം കോഴികളെയാണ് പുലി വകവരുത്തിയത്. മാന്നാമംഗലം വെള്ളക്കാരിത്തട മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. പ്രതിഷേധത്തിനൊരുങ്ങി കർഷകർ. സംസ്ഥാനത്ത് നാളെയോടെ കാലവർഷം തിരികെ എത്തുമെന്ന് സൂചന. നാളെ കൂടുതൽ പ്രദേശങ്ങളിൽ മഴ ലഭിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റിനെ കീഴടക്കി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി നോക്കൌട്ട് റൗണ്ടിൽ. ഇക്വഡോറിനെ സമനില പൂട്ടിട്ട് കുറസാവോ. എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ടുണീഷ്യയെ തറപറ്റിച്ച് ജപ്പാൻ. വാർത്തകളിലേക്ക് വിശദമായി. നീറ്റ് UG പുനഃപരീക്ഷ നടന്നു. മെയിൽ നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങൾ ചോർന്നതിനെ തുടർന്നാണ് പുനഃപരീക്ഷ നടത്തിയത്. കർശന സുരക്ഷയാണ് പരീക്ഷയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിൽ 30ഓളം പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് നീറ്റ് പരീക്ഷ നടന്നത്. രാവിലെ 11:30 മുതൽ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കി വിദ്യാർത്ഥികളെ പരീക്ഷാ ഹാളിലേക്ക് കയറ്റിവിട്ടു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്ത് 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷം വിദ്യാർത്ഥികൾക്കായാണ് നീറ്റ് പുനഃപരീക്ഷ നടന്നത്. തൃശൂരിൽ അനാശാസ്യ കേന്ദ്രത്തിൽ പണത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ മർദ്ദനമേറ്റ യുവാവ് കൊല്ലപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേർ അറസ്റ്റിൽ. ഒഡീഷ സ്വദേശി 27 വയസ്സുള്ള ധൻപത് നായികാണ് കൊല്ലപ്പെട്ടത്. അസം സ്വദേശികളായ മൊഹന്തി നായിക്, നോബി ഹുസൈൻ, റുബീന, മസുമ, നസ്രീൻ, അഗ്ദാര മാസുനി, ഖാദുൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ പ്രതിയായ ബിച്ചു നായികിന് പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. കഴിഞ്ഞ 18-ന് രാത്രിയാണ് തൃശൂർ കോരപ്പത്ത് ലൈനിലുള്ള വാടക വീട്ടിൽ വെച്ച് സംഭവം നടന്നത്. കൊല്ലപ്പെട്ട ധൻപത് നായിക്കും ഇതര സംസ്ഥാനക്കാരായ 2 സുഹൃത്തുക്കളും ചേർന്നാണ് അനാശാസ്യ കേന്ദ്രത്തിലെത്തിയത്. മൂവരും തൃശൂർ MG റോഡിലെ ഹോട്ടലിലെ ജീവനക്കാരാണ്. ഇടിവള ഉൾപ്പെടെ ഉപയോഗിച്ച് പ്രതികൾ മൂവരെയും മർദ്ദിക്കുകയും കാറിൽ കയറ്റി കോട്ടപ്പുറത്തെ താമസ സ്ഥലത്ത് വിടുകയുമായിരുന്നു. പിറ്റേ ദിവസമാണ് മൂവരും ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ധൻപത് നായിക് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ തലയിലെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. കൊലപാതകം നടന്ന വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തി. പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് തൃശൂർ നഗരമധ്യത്തിലുള്ള അനാശാസ്യ കേന്ദ്രത്തിലെ കൊലപാതകത്തിൽ കലാശിച്ചത്. ഇക്കാണുന്നതാണ് തൃശൂർ സ്വരാജ് റൗണ്ട്. സ്വരാജ് റൗണ്ടിനോട് വിളിപ്പാടകലെ കോരപ്പത്ത് ലൈൻ. ഈ കോരപ്പത്ത് ലൈനിലെ വീട്ടിൽ വെച്ചാണ് ഒഡീഷ സ്വദേശിയായ യുവാവ് 27 വയസ്സുള്ള ധൻപത് നായിക് കൊല്ലപ്പെടുന്നത്. സംഭവം ഉണ്ടാവുന്നത് വ്യാഴാഴ്ച രാത്രി. ഒഡീഷ സ്വദേശികളായ ധൻപത് നായിക്, മക്കറ മാജി, ത്രിനാഥി മാജി എന്നിവർ 3 പേർക്കും 30 വയസ്സിന് താഴെയാണ് പ്രായം. ഈ 3 പേരും ഈ വിളിപ്പാടകലില്ല സ്വരാജ് റൗണ്ടിൽ നിന്ന് വിളിപ്പാടകലെയുള്ള ഈ അനാശാസ്യ കേന്ദ്രത്തിലേക്ക് എത്തുന്നു. ഇവിടെ ഉണ്ടായിരുന്നത് 4 സ്ത്രീകളും 3 പുരുഷന്മാരുമാണ്. ഇവരെവിടെ എത്തി. ഇവരുടെ ഇടപാട് കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. പണം നൽകിയതിനെ ചൊല്ലി തർക്കമുണ്ടാകുന്നു. ഇവർ തമ്മിൽ വെല്ലുവിളി ഉണ്ടാകുന്നു. ഇതിനെ തുടർന്ന് ഇവരെ 3 പേരെയും ഇവർ ചേർന്ന് മർദ്ദിക്കുന്നു. ഈ 4 സ്ത്രീകളും 3 പുരുഷന്മാരും. പ്രതികളുടെ പേരുണ്ട് മൊഹന്തി നായിക്, നോബി ഹുസൈൻ, മസുമ, നസ്രീൻ, അക്താര, മച്ചാനി, ഖാദുൻ. ഇവരെല്ലാം പിടിയിലായിട്ടുണ്ട്. ഇനി ബിച്ചു നായിക്കിനെ മാത്രമാണ് പിടികൂടാനുള്ളത്. ഇവർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു. ഈ 3 പേർക്കും ക്രൂരമായി മർദ്ദനമേൽക്കുന്നു. ധൻപത് നായിക്കിനും മക്കറ മാജിക്കും ത്രിനാഥ് മാജിക്കും. ധൻപത് നായിക്കിനാണ് ഏറ്റവും കൂടുതൽ മർദ്ദനമേറ്റത്. ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ മരണപ്പെടുകയും ചെയ്യുന്നു. മക്കറ മാജിക്കും ത്രിനാഥ് മാജിക്കും പരിക്കുണ്ട്. ഈ അനാശാസ്യ കേന്ദ്രം ഏറെ നാളുകളായി ഇവിടെ പ്രവർത്തിച്ച് വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ ഇതര സംസ്ഥാന തൊഴിലാളികളെ മാത്രമാണ് ഇവിടെ പ്രവേശിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മലയാളികൾക്കാർക്കും ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും അറിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായാണ് ഇവർ ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷിക്കുകയാണ്. ഇപ്പോൾ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുന്നു. നഗരമധ്യത്തിൽ തന്നെ ഇത്തരം ഒരു അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചിട്ടും സമീപവാസികൾക്കോ പോലീസിനോ മറ്റാർക്കും ഇത് സംബന്ധിച്ച് വിവരമുണ്ടായിരുന്നില്ല. ഇനി ഈ
റാക്കറ്റിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുമായുള്ള തെളിവെടുപ്പും വൈകാതെ നടക്കുമെന്ന് നമ്മളോട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇക്കാണുന്നതാണ് ആ വീട് നമുക്ക് ദൃശ്യത്തിൽ കൃത്യമായി തന്നെ കാണാൻ കഴിയും. ഇവർ വരുന്നത് മുഴുവൻ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടിയായിരുന്നു. കൂടുതൽ അന്വേഷണം ഇവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളുണ്ടോ, ഇവരുടെ പിന്നിൽ ഒരു റാക്കറ്റ് ഉണ്ടോ എന്ന് തന്നെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ റോയിയോടൊപ്പം മുകേഷ് ലാൽ. അതിരപ്പള്ളി വെട്ടിക്കുഴി പണ്ടാരംപാറയിൽ കോഴിക്കൂട്ടിൽ കയറിയ പുലി കോഴികളെ വകവരുത്തി. ചക്കാലക്കൽ റോയിയുടെ വീട്ടിൽ ഞായറാഴ്ച പുലർച്ചെ 1 മണിക്കാണ് പുലി എത്തിയത്. വീടിനോട് ചേർന്നുള്ള കോഴിക്കൂട്ടിൽ കടന്ന് 50ഓളം കോഴികളെ കൊന്നു തിന്നു. ബഹളം കെട്ട് പുറത്തിറങ്ങിയ റോയി ടോർച്ച് തെളിയിച്ച് നോക്കിയപ്പോഴാണ് പുലിയെ കണ്ടത്. ഭയന്നുപോയ ഇയാൾ ഉടനെ വീടിനകത്ത് കയറി വാതിലടച്ചു. പിന്നീട് 3 മണിക്കും കോഴിക്കൂട്ടിൽ പുലിയെത്തിയെങ്കിലും റോയി പുറത്തിറങ്ങിയില്ല. രാവിലെ നോക്കിയപ്പോൾ കോഴിക്കൂടിന്റെ ഒരു ഭാഗം പൊളിഞ്ഞ നിലയിൽ കാണപ്പെട്ടു. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനപാലകരെത്തി പരിശോധന നടത്തി. പരിസരത്ത് പുലിയെ പിടിക്കാൻ കെണി സ്ഥാപിക്കുമെന്ന് സ്റ്റേഷൻ ഓഫീസർ പറഞ്ഞു. മാന്നാമംഗലം വെള്ളക്കാരിത്തട മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായതിനെ തുടർന്ന് കർഷകർ പ്രതിഷേധ സമരത്തിനൊരുങ്ങുന്നു. കഴിഞ്ഞ 1 മാസക്കാലമായി ആനയിറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചു. ഈ മാസം 26-ന് മാർച്ച് നടത്തും. മേഖലയിലെ കർഷകരുടെ വാഴ, കവുങ്ങ്, തെങ്ങ്, റബ്ബർ, കപ്പ തുടങ്ങിയ കൃഷികളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിക്കുന്നത്. രാത്രികാലങ്ങളിൽ കൂട്ടമായി എത്തുന്ന ആനകൾ ജനവാസ മേഖലയിലേക്ക് കയറുന്നതും പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 8 ആനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. ആനകളെ ഉൾവനത്തിലേക്ക് തുരത്താൻ അടിയന്തര നടപടി സ്വീകരിക്കുക, കൃഷിനാശം സംഭവിച്ചവർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകുക, ജനവാസ മേഖലയോട് ചേർന്ന് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുക, രാത്രികാല പട്രോളിംഗ് ശക്തമാക്കുക, RRT ടീമിനെ സ്ഥിരമായ മേഖലയിൽ വിന്യസിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സർവകക്ഷി യോഗം മുന്നോട്ട് വച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് നാളെയോടെ കാലവർഷം തിരികെയെത്തുമെന്ന് സൂചന. അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് സജീവമാകുന്നതോടെ കാലവർഷം തിരികെയെത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. തിങ്കളാഴ്ചയോടെ കൂടുതൽ പ്രദേശങ്ങളിൽ മഴ സജീവമാകും. തുടർന്ന് 26 വരെ കൂടിയും കുറഞ്ഞും മഴ ലഭിക്കും. 26-ന് ശേഷം 1 മാസം മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. കാലവർഷം വൈകിയാണ് ഇത്തവണ നീങ്ങുന്നത്. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ എൽനിനോ സ്ഥിരീകരിച്ചതിനാൽ രാജ്യത്ത് വലിയ തോതിൽ മഴ കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം. അതേസമയം മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗളൂരുവിലുണ്ടായ വാഹനാപകടത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചു. ഇരട്ടപ്പുഴ കോളനിപ്പടിക്കടുത്ത് തെക്കൻ ഹനീഫയുടെ മകൻ 25 വയസ്സുള്ള അബ്ദുള്ളയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. പരിക്കേറ്റ അബ്ദുള്ളയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ബംഗളൂരുവിലെ IT കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പഴയന്നൂർ എളനാട് റോഡിലെ കുഴിച്ചപുള്ളിയിൽ കാർ നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച അപകടം. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. പത്തിരിപ്പാല സ്വദേശികളായ യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. നായ കുറുകെ ചാടിയതിനെ തുടർന്നായിരുന്നു അപകടം. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ മലയാളത്തിന്റെ ശ്ലോക പാരമ്പര്യം പ്രഭാഷണ പരമ്പരയും അക്ഷരശ്ലോക സദസ്സും സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ ഡോക്ടർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. മലയാള ശ്ലോക പാരമ്പര്യം സംസ്കാരത്തിന്റെ അതിശ്രേഷ്ഠമായ പ്രതിരൂപമാണെന്നും ആ പാരമ്പര്യം പിന്തുടരേണ്ടത് തലമുറകളുടെ കടമയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എഴുത്തുകാരി രാജലക്ഷ്മി മാനഴി അധ്യക്ഷത വഹിച്ചു. സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് NV രാധാകൃഷ്ണൻ, KV പരമേശ്വരൻ എന്നിവരുടെ നേതൃത്വത്തിൽ അക്ഷരശ്ലോക സദസ്സ് നടന്നു. മഴയിൽ തകർന്ന തയ്യൂർ ആലിക്കൽച്ചിറ പാലത്തിനോട് ചേർന്നുള്ള താൽക്കാലിക നടപ്പാത ഉടൻ നിർമ്മിക്കണമെന്ന് AC മൊയ്തീൻ MLA പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുവരികയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കാൽനട യാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും സഞ്ചരിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് റോഡ് പുഴയിൽ വെള്ളമുയർന്നതിനെ തുടർന്ന് തകർന്നത്. കിലോമീറ്ററുകളോളം ദൂരം ചുറ്റി സഞ്ചരിച്ചാണ് തയ്യൂർ പ്രദേശവാസികൾ എരുമപ്പെട്ടിയിലേക്കും സ്കൂളുകളിലേക്കും ആശുപത്രിയിലേക്കും എത്തുന്നത്. ബസ് സർവീസ് ഇല്ലാത്തതിനാൽ വലിയ തുക നൽകി ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളെയാണ് വിദ്യാർത്ഥികളും തൊഴിലാളികളും ആശ്രയിക്കുന്നത്. കുന്നംകുളം മണ്ഡലത്തിലെ പൊതുമരാമത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിലാണ് MLA നടപ്പാത ഉടൻ നിർമ്മിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പണം സർക്കാർ കൊണ്ടുപോകുന്നുവെന്ന പ്രചരണം തെറ്റാണെന്ന് മന്ത്രി OJ ജിനീഷ് പറഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തൻകുളം മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി സംഘടിപ്പിച്ച ആദരവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമിതി പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജു, പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, മാള പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, ദേവസ്വം ബോർഡംഗം KP അജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബൈജു തോമസ്, വാർഡംഗം ലിൻസി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ ആഗ്നസ് ഉദ്ഘാടനം ചെയ്തു. NCC 7ാം കേരള ഗേൾസ് ബറ്റാലിയനാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കമാൻഡിംഗ് ഓഫീസർ കേണൽ രജീന്ദർ സിംഗ് സിദ്ധു, യോഗ പരിശീലക മിനി ആൻഡോ തറ്റയിൽ തുടങ്ങിയവർ പങ്കെടുത്തു.
തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ലോകകപ്പ് ഫുട്ബോളിൽ ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റിനെ കീഴടക്കി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി നോക്കൌട്ട് റൗണ്ടിൽ കടന്നു. ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യയെ ജപ്പാൻ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തകർത്തു. മറ്റൊരു മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ ടീമായ ഇക്വഡോറിനെ അരങ്ങേറ്റക്കാരായ കുറാസാവോ സമനിലയിൽ കുരുക്കി. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് രണ്ടാം പകുതിയിൽ തകർപ്പൻ തിരിച്ചുവരവോടെ ജർമ്മനി വിജയം പിടിച്ചെടുത്തത്. 2014 ലോക ചാമ്പ്യന്മാരായ ശേഷം പിന്നീട് നടന്ന 2 ലോകകപ്പുകളിലും നോക്കൌട്ട് റൗണ്ട് കാണാതെ പുറത്തായ ജർമ്മൻ പട ഇത്തവണ ആ കടമ്പ കടന്നു. പകരക്കാരനായി ഇറങ്ങി ഇരട്ട ഗോൾ നേടിയ ഡെന്നിസ് ഉണ്ടവാണ് ജർമ്മനിയുടെ വിജയശില്പി. ആദ്യ പകുതിയിൽ ക്യാപ്റ്റൻ ഫ്രാങ്ക് കെസ്സി ഐവറി കോസ്റ്റിന് 1-0 ലീഡ് സമ്മാനിച്ചുവെങ്കിലും ആ മുൻതൂക്കം നിലനിർത്താൻ ആഫ്രിക്കൻ കരുത്തർക്കായില്ല. അതേസമയം ഏഷ്യൻ പ്രതിനിധികളായ ജപ്പാൻ അയാസെ ഉയേഡയുടെ ടുണീഷ്യ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ലാറ്റിൻ അമേരിക്കൻ വീര്യവും ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ രണ്ടാം മത്സരത്തിന് ഇറങ്ങുന്നു. രാത്രി 9:30 തുടങ്ങുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ സൗദി അറേബ്യയാണ് എതിരാളികൾ. ആദ്യ മത്സരത്തിൽ നവാഗതരായ കേപ്പ് വെർദിയോട് ഗോൾരഹിത സമനില വഴങ്ങി. ലോകകപ്പ് ആവേശത്തിൽ വീടിന്റെ ചുമരിൽ തന്റെ ഇഷ്ട ടീമായ അർജന്റീനയുടെ പതാകയുടെ മാതൃക നിർമ്മിച്ചിരിക്കുകയാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥി. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ കനിഷ്കാണ് തന്റെ വീടിന്റെ മുൻവശത്തെ ചുമർ അർജന്റീന പതാകയുടെ ചിത്രമുള്ള A4 പേപ്പർ ഷീറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത്. 52 A4 ഷീറ്റുകളാണ് ഇതിനായി കനിഷ്ക് ഉപയോഗിച്ചത്. 13 A4 ഷീറ്റുകൾ വീതം 4 നിരകളിലായി ഒട്ടിച്ച് അതിൽ ഓയിൽ പേസ്റ്റും ക്രയോണും ഉപയോഗിച്ച് കളർ നൽകിയാണ് അർജന്റീന പതാകയുടെ മാതൃക നിർമ്മാണം പൂർത്തീകരിച്ചത്. ഒരാഴ്ചയായിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത് ചെയ്ത് 52 A4 ഷീറ്റിലാണ്. ആദ്യം ഇത് പശ വെച്ച് ഒട്ടിച്ചിട്ടെല്ലാം ഓരോ 13 എണ്ണം വെച്ച് 4 റോ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ 52 എണ്ണം ആകെ. ഇത് ഒട്ടിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇത് ഇങ്ങനെ ഇളകി പശ വെച്ച് ഒട്ടിച്ചുകൊണ്ട് തന്നെ ഇത് ചായം ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഓയിൽ പേസ്റ്റിലായിരുന്നു. ആദ്യം ക്രയോണിലാണ് ചെയ്തത്. അപ്പൊ ക്രയോണിൽ ചെയ്തപ്പോ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വര വീഴുന്ന ആകെ റഫായിട്ടാവണേ. അപ്പൊ പിന്നീട് ഓയിൽ പേസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ജനുവരിയിൽ തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ അവതാരകനായും ഈ 14-കാരൻ നേരത്തെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കഥ, കവിത, ഉപന്യാസം തുടങ്ങിയ രചനാ മത്സരങ്ങളിൽ ഉപജില്ലാ ജില്ലാതലങ്ങളിലടക്കം നിരവധി സമ്മാനങ്ങളും ഈ കൊച്ചുമിടുക്കൻ വാരിക്കൂട്ടിയിട്ടുണ്ട്. കൊടകര എടയപ്പുറത്ത് ഹരിദാസന്റെയും കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷീലാകൃഷ്ണന്റെയും മകനായ കനിഷ്കിന് ഫുട്ബോളിനോടുള്ള ആവേശം ക്രിക്കറ്റിനോടുമുണ്ട്. തൃശൂർ ജില്ലാ അണ്ടർ 14 ക്രിക്കറ്റ് ടീമിൽ അംഗമാണ് ഈ മിടുക്കൻ. TCV കൊടകര. മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളം ആസ്ഥാനമായ CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് ബദനി സെന്റ് ജോൺസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. മന്ത്രി OJ ജനീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷനായിരുന്നു. K രാധാകൃഷ്ണൻ MP, ഗായിക നിത്യ മാമൻ, മാധ്യമപ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിം എന്നിവർ മുഖ്യാതിഥികളായി. നിർധന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ NK അക്ബർ MLA വിതരണം ചെയ്തു. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA പ്രതിഭാദരം നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, ചെയർമാൻ KR അനന്തരാമൻ എന്നിവർ സംസാരിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KC ജോസ്, KM എഡ്വിൻ, VK പ്രമോദ്, അബ്ദുസമദ് NV, PM സോമൻ, വിജു CI, ബാബു പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV കുന്നംകുളം. ഇന്ത്യൻ എയർഫോഴ്സിൽ ഫ്ലൈയിംഗ് ഓഫീസറായി നിയമനം ലഭിച്ച വടക്കാഞ്ചേരി സ്വദേശി അജുൽ R കൃഷ്ണനെ എരുമപ്പെട്ടി റീച്ച് ഫോർ ദ സ്റ്റാർസ് ആദരിച്ചു. സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തക ലളിത സ്വാമി ഉപഹാരം സമർപ്പിച്ചു. റീച്ച് ഫോർ ദ സ്റ്റാർസ് ചീഫ് കോർഡിനേറ്റർ മേജർ KP ജോസഫ് അധ്യക്ഷനായി. എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് AM റഷീദ് എന്നിവർ പങ്കെടുത്തു. കോർഡിനേറ്റർമാരായ മേഘ സുനിൽ, അഭി ഫ്രാൻസിസ്, ആദിത്യ, ശിവപ്രിയ എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി മുണ്ടൻകോട് സ്വദേശികളായ തങ്ക, സഹോദരി വത്സ എന്നിവർക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനവും SSLC+2 വിജയികൾക്കുള്ള രാജീവ് ഗാന്ധി പുരസ്കാര വിതരണവും നടന്നു. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് അധ്യക്ഷത വഹിച്ചു.
KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, DCC സെക്രട്ടറി PS സുനീഷ്, UDF നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. നിർധന വിദ്യാർത്ഥിക്ക് ജനമൈത്രി പോലീസിന്റെ സഹായഹസ്തം. കുട്ടിയുടെ വീട്ടിലെ ദയനീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ പോലീസ് സൈക്കിളും മൊബൈൽ ഫോണും നൽകി. വെള്ളിക്കുളങ്ങര സബ് ഇൻസ്പെക്ടർ N പ്രദീപ് സൈക്കിളിന്റെ താക്കോലും മൊബൈൽ ഫോണും കുട്ടിയുടെ ബന്ധുവിന് കൈമാറി. സ്റ്റേഷൻ റൈറ്റർ ബിജീഷ് സ്റ്റീഫൻ, CPO സുരേഷ് കുമാർ, ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. വയോജന ക്ലബ്ബ് ഒരുക്കിയ യോഗ പരിശീലനത്തിൽ ചുറുചുറുക്കാർന്ന ആരോഗ്യ ജീവിതം കൈവരിക്കുന്നതിന്റെ സന്തോഷത്തിൽ വയോജന കൂട്ടായ്മ. അരിമ്പൂരിലെ വയോജന ക്ലബ്ബാണ് വേറിട്ട മാതൃകയാവുന്നത്. അരിമ്പൂർ കൈപ്പള്ളി ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടിയിലെ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച യോഗ പരിശീലന കളരിയിൽ അംഗങ്ങൾ എല്ലാവരും ആവേശത്തിലാണ്. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ചിട്ടയായ പരിശീലനമാണ് ഇവിടെ നിന്നും നേടുന്നത്. 50 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവരാണ് യോഗ പരിശീലിക്കാനായി ഇവിടെ എത്തുന്നവരിൽ അധികവും. മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ളവരും യോഗ പരിശീലിക്കാനായി ഇവിടേക്ക് എത്തുന്നുണ്ട്. രാവിലെ 1.5 മണിക്കൂർ നേരമാണ് അങ്കണവാടി കെട്ടിടത്തിന്റെ മുകളിൽ സൗജന്യമായി പരിശീലനം നൽകുന്നത്. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായി വിരമിച്ച പ്രസന്നയും ലക്ഷ്മി സുധയുമാണ് പരിശീലകർ. ക്യാപ്റ്റൻ ലക്ഷ്മി അംഗൻവാടിയിൽ വന്നിട്ട് ഞാൻ വയോജനങ്ങൾക്ക് ഞാനും ലക്ഷ്മി കൂടിയിട്ടാണ് ഈ വയോജനങ്ങൾക്ക് യോഗ പരിശീലനം നടത്തി വരുന്നത്. ഈ യോഗ പരിശീലനത്തിൽ അമ്മൂമ്മമാരുടെ കൂടെയും കുട്ടികൾ വരുന്നുണ്ട്. 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് ഇതിൽ പരിശീലനത്തിനായിട്ട് വരുന്നത്. വീട്ടമ്മമാരുണ്ട്. അവർക്കെല്ലാം പലതരത്തിലുള്ള വേദനകൾ ഉണ്ടായിരുന്നു എന്നാണ് യോഗയ്ക്ക് വരുമ്പോൾ പറഞ്ഞത്. ഇപ്പോൾ അതെല്ലാം മാറി വളരെ ഭയങ്കര ഹാപ്പിയായി സന്തോഷമായിട്ടിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം തന്നെയാണ്. യോഗ പരിശീലനാർത്ഥികളെ പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ സന്തോഷ്, വാർഡംഗം KR ബാബുരാജ്, വയോജന ക്ലബ്ബ് പ്രസിഡന്റ് സുകുമാരൻ കടവാതുക്കൽ, സെക്രട്ടറി ലില്ലി റാഫേൽ, കോർഡിനേറ്റർ സുകുമാരൻ കളപ്പുരയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ സുരേഷിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണുണ്ടായത് കനത്ത നഷ്ടം. അധികൃതരുടെ ഭാഗത്തുണ്ടായ കടുത്ത അനാസ്ഥയാണ് സുരേഷിന്റെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. തന്റെ പഴയ വീടിന് മുകളിൽ അപകടകരമായി നിൽക്കുന്ന തെങ്ങ് മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ചേർപ്പ് പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്ന് മഴയും കാറ്റും കാരണം തെങ്ങ് വീണ് വീടിന് സാരമായ നാശനഷ്ടം സംഭവിക്കാനുണ്ടായത്. തിരുവല്ലോമലയിലെ കുടുംബശ്രീ ജനകീയ ഹോട്ടൽ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന് പഞ്ചായത്ത് അംഗങ്ങളായ അംബിക രാമകൃഷ്ണൻ, ദിലീപ് അമ്പിളി എന്നിവർ ആവശ്യപ്പെട്ടു. സാധാരണക്കാരുടെ ആശ്രയമായ ഹോട്ടൽ പൂട്ടിയിട്ട് 6 മാസം പിന്നിട്ടുവെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. 30 രൂപയ്ക്ക് ഊണ് നൽകിയിരുന്ന ഹോട്ടൽ നിരവധി തൊഴിലാളികളുടെ ആശ്രയമായിരുന്നു. ഹോട്ടൽ തുറന്നു പ്രവർത്തിപ്പിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ വ്യക്തമാക്കി. നിത്യവരുമാനക്കാരായ ഓട്ടോ തൊഴിലാളികൾ, മറ്റു ഡ്രൈവർമാർ, അതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ സേവനങ്ങൾക്ക് വരുന്നവർ, അതുപോലെ നമ്മുടെ ഹോമിയോപ്പതി ആയുർവേദ ആശുപത്രികളിലേക്ക് വരുന്നവർ, ക്ഷേത്രത്തിലേക്ക് വരുന്നവർ എന്നിവർക്കൊക്കെ വളരെ കുറഞ്ഞ നിരക്കിൽ 30 രൂപ നിരക്കിൽ നല്ല വൃത്തിയോടുകൂടിയുള്ള ഭക്ഷണമാണ് ഇവിടുന്ന് ലഭ്യമായിരുന്നത്. അപ്പോൾ ഈ പ്രവർത്തനം, ഈ ഹോട്ടലിൻ്റെ ജനകീയ ഹോട്ടലിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചത് അവരോടൊക്കെയുള്ള വെല്ലുവിളിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇതിനെതിരെ വലിയ ജനപ്രശ്നം തന്നെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും. പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയും അന്തിക്കാട് ജനമൈത്രിയും ചേർന്ന് ഗീതാഗോപി MLAക്ക് നിവേദനം നൽകി. അന്തിക്കാട് സ്റ്റേഷൻ പരിധി വിഭജിച്ച് പെരിങ്ങോട്ടുകരയിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഔട്ട്പോസ്റ്റ് നിൽക്കുന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സംവിധായകൻ പ്രിയനന്ദനന്റെ സിനിമാ ജീവിതത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഒല്ലൂർ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. ഒല്ലൂർ ജോണക്കര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഫെസ്റ്റിവൽ സാംസ്കാരിക പ്രവർത്തകൻ അഗസ്റ്റിൻ കുട്ടനല്ലൂർ ഉദ്ഘാടനം ചെയ്തു. വൈലോപ്പള്ളി സ്കൂൾ പ്രിൻസിപ്പൽ AV വിജന അധ്യക്ഷത വഹിച്ചു. പോളി ജോസ്, സന്ദീപ് സഹദേവൻ, VR ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കോലഴി ഹോമിയോ ഡിസ്പെൻസറിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനാചരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമിത ഷാജി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുധീക്ഷണ അധ്യക്ഷത വഹിച്ചു. PK പ്രസാദ്, ലക്ഷ്മി വിശംബരൻ, രജനി ചന്ദ്രൻ, നീതു കണ്ണൻ, സന്തോഷ് കോലഴി, സനിത സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു.
ആശ്ചര്യം ജനിപ്പിച്ച് തൃശൂരിൽ അന്യഗ്രഹ ജീവികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ. നഗരത്തിലിറങ്ങിയ ഇവർ ജനങ്ങൾക്കിടയിൽ ഏറെ നേരം ചിലവഴിച്ചു. പൊതുജനങ്ങളുമായി നേരിട്ട് നടന്ന സംവാദങ്ങളോടെയും രസകരമായ ഇടപെടലുകളോടെയുമാണ് ഇവരെല്ലാം നാടക കലാകാരന്മാരാണെന്നും അടുത്തയാഴ്ച തൃശൂരിൽ അരങ്ങേറുന്ന തങ്ങളുടെ ആദ്യ നാടകത്തിന്റെ പ്രചാരണമാണിതെന്നും കാഴ്ചക്കാർക്ക് മനസ്സിലായത്. ജൂൺ 27, 28 തീയതികളിൽ വൈകിട്ട് 7-ന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ അരങ്ങേറുന്ന ദ കിഡ് ഹൂ കെയിം ഫ്രം സ്പേസ് എന്ന ശാസ്ത്ര സാങ്കല്പിക ബാലനാടകത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇവർ നഗരത്തിൽ കഥാപാത്രങ്ങളായി തന്നെ എത്തിയത്. അന്യഗ്രഹ ജീവികൾ തൃശൂരിലെത്തിയെന്ന ആശയം അടിസ്ഥാനമാക്കിയ പരിപാടിയിൽ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. പാലക്കാട്, ഈറോഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 30 കുട്ടികൾ അവതരിപ്പിക്കുന്ന ഈ നാടകം ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ആദ്യ നാടക സംരംഭമാണ്. സാഹോദര്യ സ്നേഹത്തിന്റെ കഥ പറയുന്ന നാടകം കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന സാഹസികതയും ഹാസ്യവും വികാരങ്ങളും ശാസ്ത്ര സാങ്കല്പികതയും സമന്വയിച്ച അവതരണമാണ്. പാലക്കാട് നവരംഗ് അരങ്ങിലെത്തിക്കുന്ന നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണുപ്രസാദാണ്. TCV തൃശൂർ. കടങ്ങോട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണവും നടന്നു. SSLC, +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികൾക്കും ഷാജി അമ്മാട്ട് വിദ്യാഭ്യാസ പുരസ്കാരവും TK ശിവശങ്കരൻ മെമ്മോറിയൽ പഠനോപകരണ കിറ്റുമാണ് വിതരണം ചെയ്തത്. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, DCC സെക്രട്ടറി ബിജോയ് ബാബു, കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ബംഗളൂരുവിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടി ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ ഇടവകാംഗം പോൾദാസ് കിഴക്കേ പീടികയെ കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക സമൂഹം ആദരിച്ചു. വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, കൈക്കാരൻ രാജേഷ് ചേലപ്പുറത്ത്, കേന്ദ്രസമിതി പ്രസിഡന്റ് ബിജു പാണാടൻ എന്നിവർ ചേർന്ന് ഉപഹാര സമർപ്പണം നടത്തി. ഇരിങ്ങാലക്കുട രൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗവും കൊടുങ്ങ ഇടവക പ്രതിനിധി യോഗം അംഗവുമാണ് പോൾദാസ്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ജവഹർ ബാലവിഹാർ സംസ്ഥാന കമ്മിറ്റി ആദരിച്ചു. മാപ്രാണത്ത് നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് PB സത്യൻ അധ്യക്ഷത വഹിച്ചു. ബാസിരാജ്, ആൻഡോ തൊറയൻ, സതീഷ് ചന്ദ്രൻ, പുരുഷോത്തമൻ, വാഹിദ ഇസ്മായിൽ, ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെള്ളിമെഡൽ കരസ്ഥമാക്കിയ പഴയന്നൂർ സ്വദേശി സഞ്ജയ് കൃഷ്ണയെ നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് ആദരിച്ചു. പഴയന്നൂർ CI സുധിലാൽ ഉപഹാരം കൈമാറി. പരിശീലകൻ ഹക്കീം, ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പഴയന്നൂർ കേരള വിഷന്റെ കേബിൾ ഓപ്പറേറ്ററായ ബിനീഷിന്റെ മകനാണ് സഞ്ജയ്. ജില്ലാ യോഗ അസോസിയേഷൻ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ഡോക്ടർ C പത്മജൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യ A പ്രസാദ് ക്ലാസ് എടുത്തു. KK സാമന്തഭദ്രൻ, KK ചന്ദ്രൻ, C ഉണ്ണികൃഷ്ണ മേനോൻ, ബോബൻ K കണ്ണത്ത്, ഡോക്ടർ കുന്നമ്പത്ത് രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി അന്തിക്കാട് പഞ്ചായത്ത് വാർഡ് തല ആദരവ് പരിപാടി സംഘടിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം CL ജോബി, ഗുലാബ് ചന്ദ്, ജിപ്സി വിൽസൺ, ജെസി വർഗീസ്, ജോഷി ചാലക്കൽ, TR ജിമ്മി, ജോബി ചിറമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കരയിൽ സെപ്റ്റംബർ 5, 6 തീയതികളിൽ നടക്കുന്ന കേരള കർഷക സംഘം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി എളനാട് മേഖല സംഘാടക സമിതി രൂപീകരണം നടന്നു. കേരള കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് PA ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടനയുടെ മേഖലാ പ്രസിഡന്റ് PT സാജു അധ്യക്ഷനായിരുന്നു. ഏരിയ സെക്രട്ടറി KP ഉമാശങ്കർ, പ്രസിഡന്റ് പ്രഭാകരൻ, മേഖലാ സെക്രട്ടറി N അരവിന്ദാക്ഷൻ, KS ശരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. യളവള്ളി സർവീസ് സഹകരണ ബാങ്ക് ഈ വർഷത്തെ SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സാഹിത്യകാരൻ പ്രസാദ് കാക്കശ്ശേരി ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KP രാജു അധ്യക്ഷത വഹിച്ചു. TN ലെനിൻ, വത്സല മുരളി, PS ശിവദാസൻ, ശാരിക മോഹൻ, KM പരമേശ്വരൻ, CK മോഹനൻ, AM ബിനി, K ഹരിപ്രയ എന്നിവർ സംസാരിച്ചു. പുത്തൂർ പഞ്ചായത്തും ലയൺസ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും രക്തദാന ക്യാമ്പും അസിസ്റ്റന്റ് കളക്ടർ R പ്രീതി ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ചർച്ച് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ MS ഫൈസൽ മുഖ്യാതിഥിയായിരുന്നു. വികാരി ഫാദർ ജോജു പനക്കൽ, പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റജി, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഉണ്ണികൃഷ്ണൻ, TK ശ്രീനിവാസൻ, PS അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു.
അർബുദ രോഗബാധിതനായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. തിരുവല്ലോമല സ്വദേശി ഷിബുവാണ് സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നത്. തിരുവല്ലോമല പഞ്ചായത്തിലെ 13-ാം വാർഡ് കുണ്ടുകാട് ഉന്നതിയിൽ പുളിക്കപ്പറമ്പിൽ വീട്ടിൽ PT ഷിബു മാസങ്ങളായി ക്യാൻസർ ബാധിതനാണ്. തിരുവനന്തപുരം RCCയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞു. ഇപ്പോൾ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടർ ചികിത്സയിലാണ്. ഭാര്യയും 3 മക്കളും അമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയം ഷിബുവായിരുന്നു. സാമ്പത്തികമായി ഏറെ പിന്നിൽ നിൽക്കുന്ന ഷിബുവിന്റെ ചികിത്സാ ധനസമാഹരണത്തിനായി പഞ്ചായത്ത് അംഗം ഷമീർ അലി ചെയർമാനും മുൻ പഞ്ചായത്ത് അംഗം KM രാധിക കൺവീനറും ഹക്കീം അലി ട്രഷററായും ചികിത്സാ സഹായനിധി രൂപീകരിച്ചു. ഷിബുവിനെയും കുടുംബത്തെയും സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരുവല്ലോമല ഗ്രാമീൺ ബാങ്കിലെ 40706110104686 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് ധനസഹായം നൽകാവുന്നതാണ്. TCV തിരുവല്ലോമല. സെന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി കണ്ടശാംകടവ് ഏരിയ കൗൺസിലിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വടക്കൻ പുതുക്കാട് കർമ്മലമാതാവിന്റെ പള്ളിയിൽ നടന്ന വജ്രജൂബിലി ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജൂബിലി ദീപം തെളിയിക്കലും ബിഷപ്പ് നിർവഹിച്ചു. തുടർന്ന് നടന്ന ജൂബിലി സമ്മേളനം കണ്ടശാംകടവ് ഫൊറോന വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോസ് എടക്കളത്തൂർ അധ്യക്ഷത വഹിച്ചു. ഏരിയ കൗൺസിൽ പ്രസിഡന്റ് PV മരിയ ജിനി, ജനറൽ കൺവീനർ സണ്ണി ജോസഫ്, ഫാദർ ജിക്സൺ താഴത്ത്, KK പോൾസൺ, PJ വർഗീസ്, TU ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ പഞ്ചായത്ത് 1-ാം വാർഡിൽ EMS റോഡിന്റെ ഉദ്ഘാടനം പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA മുരളി പെരുന്നെല്ലി, ജ്യോതിലക്ഷ്മി വസന്തൻ, PK കൃഷ്ണൻ, ആശാ സുധീരൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ആദരം ചടങ്ങ് MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൽ നാസർ അധ്യക്ഷനായി. എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ S അനീഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മെമ്പർ ജംഷീറ ഷിഹാബ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UV ഗിരീഷ്, വാർഡ് മെമ്പർമാരായ അശോകൻ, ആമിന സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനം BJP മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി ബീച്ച് അമൃതതീരത്ത് ആചരിച്ചു. ഔഷധി സൂപ്രണ്ട് ഡോക്ടർ KS രജിതൻ ഉദ്ഘാടനം നിർവഹിച്ചു. BJP മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് അധ്യക്ഷത വഹിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് യോഗ ആചാര്യൻ അനിൽകുമാർ പണിക്കെട്ടി, BJP ഭാരവാഹികളായ മനോജ് മാനിന, ഷൈജു ഇയാനി, സന്തോഷ് പണിക്കശ്ശേരി, വാടാനപ്പള്ളി ലയൺസ് ക്ലബ് അംഗങ്ങൾ, മന്ത്ര യോഗ ക്ലബ്ബ്, വിവേകാനന്ദ യോഗ ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. തൈക്കാട് VR അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. മാനേജർ VB ഹീരലാൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മധു കണ്ണംചിറ അധ്യക്ഷത വഹിച്ചു. മേജർ PJ സ്റ്റൈജു യോഗാദിന സന്ദേശം നൽകി. സംസ്കാര സാഹിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായനാ ദിനം ആചരിച്ചു. ഒളരിക്കര ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് സ്കൂളിൽ ചേർന്ന യോഗം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. സംസ്കാര സാഹിതി തൃശൂർ ജില്ലാ വൈസ് ചെയർമാൻ രാമചന്ദ്രൻ പുതൂർക്കര മുഖ്യപ്രഭാഷണം നടത്തി. വായനാ ദിനത്തിൽ താളിയോല ഗ്രന്ഥങ്ങൾ തേടിയുള്ള യാത്ര വേറിട്ട അനുഭവമായി. മുറ്റിച്ചൂർ ALP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വായനാ ദിനത്തിൽ താളിയോല ഗ്രന്ഥങ്ങൾ തേടി യാത്ര തിരിച്ചത്. മുറ്റിച്ചൂരിലെ പുരാതന നായർ കുടുംബമായ വട്ടപ്പറമ്പത്ത് രാമചന്ദ്രൻ നായരുടെ വീട്ടിലേക്കായിരുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ തേടിയുള്ള യാത്ര. പ്രധാനാധ്യാപകൻ ബൈജു ജോർജ് നേതൃത്വം നൽകി. ഇനി വാണിജ്യം. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിച്ച ഔറക്സ് ബിൽഡേഴ്സിന്റെ ആദ്യ റെസിഡൻഷ്യൽ പദ്ധതിയായ ഔറക്സ് ലിയാഡിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ് തൃശൂരിൽ നടന്നു. പുതിയ പ്രീമിയം പദ്ധതിയായ ഔറക്സ് ബ്രൂക്ക് സൈഡിന്റെ ലോഞ്ചിങ്ങും ഇതോടൊപ്പം നിർവഹിച്ചു. ഔറക്സ് ബിൽഡേഴ്സിന്റെ ബ്രാൻഡ് അംബാസഡറായ ചലച്ചിത്ര താരം ഭാവന ഔറക്സ് ലിയാഡ് പദ്ധതിയിലെ ഫ്ളാറ്റ് ഉടമകൾക്കുള്ള താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. തൃശൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വികസിപ്പിക്കുന്ന പുതിയ ആഡംബര റെസിഡൻഷ്യൽ പദ്ധതിയായ ഔറക്സ് ബ്രൂക്ക് സൈഡിന്റെ ലോഞ്ചിങ്ങും
ഭാവന നിർവഹിച്ചു. ഔറക്സ് ബിൽഡേഴ്സ് ചെയർമാൻ അജിത് പോലോത്ത് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്, ഔറക്സ് ബിൽഡേഴ്സ് ഡയറക്ടർമാരായ അജിത് കുമാർ പണിക്കത്ത്, സുരേഷ് കുമാർ പണിക്കത്ത്, CM ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉപഭോക്താക്കൾ, നിക്ഷേപകർ, ബിസിനസ് പങ്കാളികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഔറക്സ് ബിൽഡേഴ്സിന്റെ വളർച്ചയിലെയും വിശ്വാസ്യതയിലെയും മറ്റൊരു സുപ്രധാന നാഴികക്കല്ലായി ഔറക്സ് ബ്രൂക്ക് സൈഡ് മാറുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടേണ്ട നമ്പർ 9846007474. ദിണ്ടിഗൽ ബിരിയാണിയിലൂടെ ഭക്ഷണപ്രേമികളുടെ മനം കീഴടക്കുകയാണ് അയ്യന്തോൾ ചുങ്കത്തിനടുത്തുള്ള ബിരിയാണി സ്റ്റോറി എന്ന റെസ്റ്റോറന്റ്. യഥാർത്ഥ ദിണ്ടിഗൽ ബിരിയാണിയുടെ രുചി അതേപടി തൃശൂരിലെ ഭക്ഷണപ്രേമികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിരിയാണി സ്റ്റോറി പ്രവർത്തനം ആരംഭിച്ചത്. ദിണ്ടിഗൽ ബിരിയാണിയുടെ രുചി തേടി നിരവധി പേരാണ് ബിരിയാണി സ്റ്റോറിൽ എത്തുന്നത്. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിന്റെ പാരമ്പര്യ രീതിയിൽ ശ്രീരാഗ സാമ്പ അരിയും പ്രത്യേക മസാലക്കൂട്ടും ഉപയോഗിച്ചാണ് ഇവിടെ ബിരിയാണി തയ്യാറാക്കുന്നത്. വളരെ നേർമയുള്ള പ്രത്യേക മണമില്ലാത്ത അരിയായതിനാൽ എളുപ്പം മസാല പിടിക്കും. വെളുത്തുള്ളിയും ഇഞ്ചിയും ഏലക്കായയും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും ചേർത്ത പ്രത്യേക മസാലയാണ് ദിണ്ടിഗൽ ബിരിയാണിക്ക് അതിന്റെ തനതായ രുചി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആസ്വദിച്ചു കഴിക്കുന്നതിനിടയിൽ ജാതിക്കയോ കരയാമ്പൂവോ വില്ലനാകുമോ എന്ന പേടി വേണ്ട. മസാലക്കൂട്ടും അരിയും ഇറച്ചിയുമെല്ലാം വലിയ വട്ടകങ്ങളിൽ ആവശ്യമായ ചൂടിൽ തിളപ്പിക്കും. തയ്യാറാക്കി കഴിഞ്ഞാൽ ബിരിയാണിക്ക് കടും തവിട്ട് നിറമായിരിക്കും. ഫുള്ളിന് 150 രൂപയും ഹാഫിന് 90 രൂപയുമാണ് വില. പിന്നെ അതിന്റെ ടേസ്റ്റ് മലയാളികൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഇത് പ്രൊവൈഡ് ചെയ്തൊക്കെ എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടമായി. എല്ലാ മലയാളികളും വന്നിട്ട് ഇപ്പോൾ ദിണ്ടിക്കൽ ചോദിച്ചിട്ട് വരും. തമിഴ്നാട്ടിൽ അങ്ങനെ ഒതന്റിക് ആയിട്ട് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കാൻ ഇവിടെ ശ്രമിക്കുന്നത്. ദമ്മ് പൊട്ടിക്കുന്ന ടൈം എന്ന് വെച്ചാൽ ഒരു 11-12 മണി ആ ടൈമിലാണ് നമ്മൾ ദമ്മ് പൊട്ടിക്കുക. ദിണ്ടിക്കൽ നമുക്ക് സ്പെഷ്യൽ ബിരിയാണിയാണ്. തൃശ്ശൂരിലെ നമ്മുടെ ബിരിയാണി സ്റ്റോറിയിൽ അടിപൊളി ബിരിയാണി ഉണ്ട്. ഇവിടെയൊക്കെ ബിരിയാണി മട്ടൺ ബിരിയാണി ഉണ്ട്, പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്. മട്ടൺ ബിരിയാണി അടിപൊളിയായിട്ടുണ്ടാവും. ഇങ്ങനെ പെട്ടെന്ന് കളിയാവും. കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ഒരെണ്ണം കളിച്ചു നോക്കണം. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ നിന്ന് ആരംഭിച്ച ഈ രുചിപ്പെരുമ ഇന്ന് കേരളത്തിലും വലിയ സ്വീകാര്യത നേടിയിരിക്കുകയാണ്. രുചിയിലും ഗുണനിലവാരത്തിലും വിട്ടുവീഴ്ച ചെയ്യാതെ ഓരോ ഉപഭോക്താവിനും മികച്ച ഭക്ഷണാനുഭവം നൽകുകയാണ് അയ്യന്തോളിലെ ബിരിയാണി സ്റ്റോറി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,390 രൂപ, പവന് 1,07,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കനത്ത സുരക്ഷയിൽ നീറ്റ് പുനഃപരീക്ഷ നടന്നു. ജില്ലയിൽ പരീക്ഷ നടന്നത് 30ഓളം കേന്ദ്രങ്ങളിൽ. തൃശൂരിൽ അനാശാസ്യ കേന്ദ്രത്തിൽ പണത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ മർദ്ദനമേറ്റ യുവാവ് കൊല്ലപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേർ അറസ്റ്റിൽ. അതിരപ്പള്ളി വെട്ടിക്കുഴി പണ്ടാരംപാറയിൽ പുലി ഇറങ്ങി കോഴികളെ കൊന്നു. ചക്കാലക്കൽ റോയിയുടെ വീട്ടിലെ 50ഓളം കോഴികളെയാണ് പുലി വകവരുത്തിയത്. മാന്നാമംഗലം വെള്ളക്കാരിത്തടം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. പ്രതിഷേധത്തിനൊരുങ്ങി കർഷകർ. സംസ്ഥാനത്ത് നാളെയോടെ കാലവർഷം തിരികെ എത്തുമെന്ന് സൂചന. നാളെ കൂടുതൽ പ്രദേശങ്ങളിൽ മഴ ലഭിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റിന് കീഴടക്കി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി നോക്കൌട്ട് റൗണ്ടിൽ. ഇക്വഡോറിനെ സമനില പൂട്ടിട്ട് കുറസാവും. എതിരില്ലാത്ത നാളുകൾ
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.